നമസ്കാരം. എന്നറിയാമല്ലോ, BS ചന്ദ്രമോഹൻ. ഇന്നു മുതൽ നമ്മുടെ ഈ ചാനലിൽ ഒരാൾ കൂടി പുതുതായിട്ട് വരികയാണ്. പ്രത്യേകിച്ചും ഫാക്റ്റുകൾ പറയാൻ വേണ്ടിയാണ്. അത് മറ്റാരുമല്ല, ആരോമലാണ്. ആരോമലിനെ കുറിച്ച് പലപ്പോഴും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരോമലായിരിക്കും ഇന്ന് ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ ആരോമൽ. ഇത് M-Life Daily. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഒരു മുതല അതിന്റെ ഇരയെ കടിച്ചു പിടിക്കുമ്പോൾ എത്രത്തോളം ബൈറ്റ് ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നതെന്ന് അറിയാവൂ? ഉത്തരം അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. കൃത്യം 22,000 ന്യൂട്ടൺ, അതായത് ഏകദേശം 2.25 ടൺ വെയിറ്റ് ഉള്ള ഒരു സാധനം എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമോ അത്രത്തോളം ഫോഴ്സ് ആണ് ആ മുതലയുടെ ഒരു ബൈറ്റ് അതിന്റെ ഇരയുടെ പുറത്ത് എക്സേർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. കാരണം ഈ വാല്യൂ ഇത് നമ്മുടെ കഥയിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. കഥയിലേക്ക് കടക്കും മുമ്പേ ഒരു കാര്യം, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇല്ലെങ്കിലും അത് കമന്റ് ചെയ്യാനും പിന്നെ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ നമുക്കിനി കഥയിലേക്ക് പോവാം. നമ്മുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ ഒരു മുതലയാണ്. മുതല അല്ലെ? മുതല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല നീളമുള്ള ശരീരമുള്ള ഏകദേശം ഒരു ഡ്രാഗനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ജീവി. അതിന്റെ വായ്ക്ക് നല്ല നീളമുണ്ട്. വായ്ക്കകത്ത് ഏകദേശം 80ഓളം പല്ലുകൾ ഉണ്ടാവും. പല്ലിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ മനുഷ്യരുടെ കേസിലാണെങ്കിൽ പല്ല് കൊഴിയാറുണ്ട് നമുക്ക്, അല്ലേ? ഇപ്പോൾ ചെറുതായിരിക്കുമ്പോൾ പല്ല് കൊഴിഞ്ഞാൽ ഒന്നുകൂടെ വരും. പിന്നെ ഒരു 13 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു സെറ്റ് പല്ലുകളൂടെ വരും. പക്ഷെ അതിനുശേഷം പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പല്ല് വരത്തില്ല. അതേ സമയത്ത് ഈ മുതലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ 80 പല്ലുകളും അതിന്റെ ജീവിതകാലം മുഴുവനും എപ്പോ കൊഴിഞ്ഞു പോയാലും അത് തിരികെ വരും. എത്ര പല്ല് പോയാലും തിരികെ വരും. എത്ര പ്രാവശ്യം വരെ വീണ്ടും അങ്ങനെ വരുമെന്ന് അറിയാവോ? ഏകദേശം 50 തവണയോളം മുഴുവൻ പല്ലും അതിന് തിരികെ കിളിർത്ത് വരും. ഒരു ചോദ്യമാണ്, മനുഷ്യനാണോ മുതലയാണോ ആദ്യം വന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. എന്തായാലും മനുഷ്യനല്ല, മുതല തന്നെയാണ് ആദ്യം വന്നത്. ഈ മുതല എത്ര പഴക്കമുള്ള ജീവിയാണെന്നറിയാവോ? ഇപ്പൊ കാണുന്ന മുതലയുടെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവികൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അങ്ങ് ഡൈനോസോഴ്സിന്റെ കാലത്താണ്. ആ ഡൈനോസോഴ്സിന്റെ കാലത്തുണ്ടായിരുന്ന മുതല ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ മുതലയായ സോൾട്ട് വാട്ടർ ക്രോക്കഡൈലുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ സോഴ്സ് എത്രയാണെന്നറിയാവോ? 1,03,000 ന്യൂട്ടൺ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ 22,000 ന്യൂട്ടൺ ഏകദേശം 2.25 ടൺ ആണെങ്കിൽ 1,03,000 ന്യൂട്ടൺ എത്ര ടൺ ആയിരിക്കും? അതിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഒരു കമ്പാരിസൺ പറയാം. ഞാൻ പറഞ്ഞു ഡൈനോസോഴ്സിന്റെ കാലത്തുള്ള ഒരു ജീവിയാണ് മുതല. അപ്പൊ അതിന്റെ ആ കാലത്തെ ബൈറ്റ് ഫോഴ്സ് 1,03,000 ടൺ. അപ്പൊ ആ കാലത്തെ ഡൈനോസോറുകളോ? അതെ, ഡൈനോസോഴ്സ്. ആ സമയത്തെ ഡൈനോസോഴ്സിന്റെയൊക്കെ രാജാവെന്ന് നമ്മൾ വിളിച്ചിരുന്നത് ടൈറാനോസോറസ് റെക്സ് അഥവാ ടീറെക്സിനെയാണ്. ടീറെക്സിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് അതിന്റെ ബൈറ്റ് സ്ട്രെങ്ത് എത്രയാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ ഏകദേശം വന്നെത്തിയ നമ്പർ എന്ന് പറയുന്നത് 57,000 ന്യൂട്ടൺ ആണ്. 57,000 ന്യൂട്ടൺ എവിടെ കിടക്കുന്നു? 1,03,000 ന്യൂട്ടൺ എവിടെ കിടക്കുന്നു? നമ്മളപ്പോ ആ ജുറാസിക് വേൾഡ് സിനിമയിലെ വില്ലൻ ഡൈനോസോറിനെ ഒറ്റക്കടിക്ക് മുതലേ പോലുള്ളൊരു ജീവി കൊന്നതിൽ ഒരു അതിശോക്തിയും വിചാരിക്കേണ്ട. അതിന് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാലം മുതൽ ഇന്ന് വരെ മുതല അതൊരു സംഭവം തന്നെയായിരുന്നു. അങ്ങ് പണ്ടേ മുതല വന്നതുകൊണ്ട് മുതലയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അതിന്റെ താമസം ഉറപ്പിക്കാൻ പറ്റി. അത് താമസം ഉറപ്പിക്കുന്ന എല്ലാ ഈക്കോ സിസ്റ്റംസും അത് വയ്ക്കാത്തതായാലും അത് മുതല തന്നെയാണ്. അങ്ങനെ അത് ചെന്നെത്തിയ എല്ലാ ഈക്കോ സിസ്റ്റത്തിന്റെയും രാജാവ് അതാകണമെങ്കിൽ സ്വാഭാവികമായും അത് ഒരു ഏപെക്സ് പ്രെഡേറ്റർ ആയിരിക്കണം. അതായത് അവിടെയുള്ള എല്ലാ ജീവിയെയും ഇതിന് കൊല്ലാനും കഴിക്കാനും പറ്റണം. അപ്പൊ അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ മുതലകൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഗെയിം കളിക്കുമ്പോൾ ഈ മുതലയാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടറിന്റെ 2 ഫാക്ടേഴ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് അതിന്റെ അറ്റാക്കിംഗ് പവർ, 2 അതിന്റെ ഡിഫൻസ് പവർ. നമുക്ക് ആദ്യം ഡിഫൻസിൽ നിന്ന് തുടങ്ങാം. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ മുതലയുടെ ഡിഫൻസ് ആണ് ഒരു 1.5 ഡിഫൻസ്. കാരണം ഒരു മുതലയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ലെയർ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു അസ്ഥികൂടമാണ്. വാലറ്റം മുതൽ തല വരെ വളരെ ശക്തമായ ഒരു അസ്ഥികൂടം, അതിന് പുറത്ത് നല്ല കട്ടിയുള്ള തോല്. പക്ഷെ ഈ 2 കാര്യങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണെങ്കിലും അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന വേറൊരു കാര്യമുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയണ്ടേ? അതാണ് ഈ മുതലയുടെ എല്ലുംകൂടത്തിനും അതിന്റെ തൊലിക്കും ഇടയിലായിട്ട് ഒരു ലെയർ എല്ല് ഇങ്ങനെ ഒരു ആർമർ പ്ലേറ്റ് ചെയ്യുന്നത് പോലെ കൃത്യം വാലറ്റം മുതൽ തല വരെ ഉണ്ടാവും. അത് കടന്ന് ആ മുതലയെ ആക്രമിക്കുന്ന ജീവിക്ക് വളരെ വലിയ
ബൈറ്റ് ഫോഴ്സ് ഉണ്ടാവണം. മുതലയെ അപേക്ഷിച്ച് ടീറക്സിന് പോലും പകുതി ബൈറ്റ് ഫോഴ്സേ ഉള്ളൂ. അപ്പൊ പിന്നെ ആരാ ആക്രമിക്കാനാ? അതുകൊണ്ട് മുതല ആയിരക്കണക്കിന് വർഷമല്ല, പതിനായിരക്കണക്കിന് വർഷങ്ങളല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കാണ് ആ ഈക്കോസിസ്റ്റത്തിന്റെ രാജാവായി ഇങ്ങനെ വളരുന്നത്. ആരുമില്ല എതിർത്ത് നിൽക്കാൻ. ഈ ആർമർ കവചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അത് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോലീസുകാരൊക്കെ ഏതെങ്കിലും വെടിവെപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇട്ട് അല്ലേ അങ്ങോട്ട് പോകാറുള്ളത്. അതുപോലെ വേറെ പവർ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിന്റെ ആക്രമണ ശേഷി അഥവാ അറ്റാക്കിംഗ് പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുതല ഒരു ഏപെക്സ് പ്രെഡേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും? 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്? മിഷൻ ഇമ്പോസിബിൾ സിനിമയിലെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ടോം ക്രൂസ് ഏകദേശം 6.5 മിനിറ്റോളമാണ് അദ്ദേഹത്തിന്റെ ശ്വാസം പിടിച്ചു നിർത്തിയത്. അതേ സമയത്ത് നമ്മുടെ മുതലയ്ക്ക് 24 മണിക്കൂർ ശ്വാസം പിടിച്ചു നിർത്തി വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റും. അതിന്റെ അർത്ഥം വളരെയധികം ക്ഷമയുള്ള ഒരു ഹണ്ടറാണ് മുതല എന്നുള്ളതാണ്. നമ്മൾ കണക്കിലെടുക്കേണ്ട മറ്റൊരു ഫാക്ടർ എന്താന്ന് വെച്ചാൽ ഈ മുതലയുടെ ലൈഫ് സ്പാൻ ആണ്. മുതലയുടെ ആവറേജ് ലൈഫ് സ്പാൻ ഏകദേശം 35 മുതൽ 70 വർഷമാണ്. പക്ഷേ ലോകത്ത് പല സ്ഥലങ്ങളിലും ക്യാപ്റ്റിവിറ്റി, അതായത് കാടുകളിലല്ലാതെ മനുഷ്യൻ എടുത്തു വളർത്തിയ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ കൂടുകളിൽ അവരുടെ ജീവിതം ചിലവഴിച്ച് മുതലകൾ 110 വർഷത്തോളം ജീവിച്ചു എന്നാണ് റഷ്യയിലെ ഒരു സൂവിലെ റിപ്പോർട്ട്. സെയിം ടൈമിൽ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മറ്റൊരു റിപ്പോർട്ട്, അവിടെ ഒരു സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ ഏകദേശം 120 വർഷമോ 140 വർഷമോ ജീവിച്ചിരുന്നു എന്നാണ്. അപ്പോൾ വളരെയധികം ക്ഷമയുള്ള വലിയ ലൈഫ് സ്പാൻ ഉള്ള ഒരു ഹണ്ടർ, അതാണ് മുതല. ഇത്രയും കൊണ്ട് ഒരു ഹണ്ടറിന്റെ എല്ലാ കേപ്പബിലിറ്റീസും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അടുത്തത് എന്താണ്? മുതലയുടെ ആക്രമണം. ആക്രമിക്കണമെങ്കിൽ അതിന് ആദ്യം അതിന്റെ ഇര എവിടെയാണ് എന്നറിയാൻ പറ്റണം. അപ്പൊ അതിന് സെൻസറി പവർ നോക്കണ്ടേ? നമ്മൾ മനുഷ്യർക്ക് 5 സെൻസസ് ആണ് ഉള്ളതെന്ന് പറയും. കാഴ്ച, കേൾവി, മണം, സ്പർശം, രുചി, അല്ലേ? അതുപോലെ നമ്മുടെ മുതലയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് 1.5 കേപ്പബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ആദ്യം അതിന്റെ കാഴ്ചയെ കുറിച്ച് പറയുകയാണെങ്കിലാണ് ഇരയെ തേടി ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റാക്കൂരിട്ടിൽ പോലും മുതലയ്ക്ക് നട്ടുച്ച പോലെ ക്ലിയർ ആയി എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇരുട്ടത്ത് ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി മുതലയുടെ കേൾവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ മുതല ഒരു കുളത്തിലാണ് ഉള്ളത്. ആ കുളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ ഇറങ്ങുമ്പോൾ റിപ്പിൾസ് ഉണ്ടാവും, വെള്ളത്തിൽ ഇങ്ങനെ റൗണ്ട് റിപ്പിൾസ് ഉണ്ടാവും. ആ റിപ്പിൾസ് എന്താണ്? സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നതാണ്. അതിപ്പോ ഏകദേശം 1 മൈൽ ദൂരെയാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും മുതലയ്ക്ക് കൃത്യമായി അറിയാൻ പറ്റും. മുതലകളുടെ സെൻസ് ഓഫ് സ്മെൽ അഥവാ മണത്ത് അറിയാനുള്ള ഒരു ശേഷി അത് വേറൊരു ലെവലിലാണ്. അതിനപ്പുറം മുതലയ്ക്ക് വേറൊരു കഴിവുണ്ട്. കൃത്യമായി നമ്മുടെ മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെക്കാളും നന്നായി മുതല കാലാവസ്ഥ പ്രവചിക്കും. നമ്മൾ മനുഷ്യര് ഈ നമ്മുടെ കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മീറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു, യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ അതിനകത്ത് പ്രവചനങ്ങൾ നടത്തുമ്പോൾ എറർ അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് മുതല അതിന്റെ വായുടെ അറ്റത്ത്, അതായത് മൂക്കിന് താഴെയായിട്ട് ഒരുപാട് സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് മുതലയുടെ ഏതെങ്കിലും ക്ലോസപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ കറുത്ത കുത്തുകൾ കാണാൻ പറ്റും. അത് ഉപയോഗിച്ച് മുതല കൃത്യമായി, അതായത് കൃത്യമായി എന്താണ് കാലാവസ്ഥയെന്ന് മനസ്സിലാക്കിയെടുക്കും. മനുഷ്യന് തെറ്റിയാലും മുതലയ്ക്ക് കാലാവസ്ഥ പ്രഡിക്ഷൻ തെറ്റാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഒരു 10-50 വർഷം ഇനി കഴിയുമ്പോൾ ഏതെങ്കിലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ മുതലയ്ക്ക് ജോലി കിട്ടിയാൽ അതിശോക്തിയൊന്നും ഇല്ല. അത്രേ ഉള്ളൂ. ഇത്രയും ആക്യുറേറ്റ് ആയി ഒരു തെറ്റും സംഭവിക്കാതെ ഈ കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മുതലകൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം, മുതലകൾ കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ചുറ്റുപാടിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും അതിന്റെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഭയങ്കര ചൂടായാലും ഭയങ്കര തണുപ്പായാലും മുതല മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭയങ്കര തണുപ്പ് കാലങ്ങൾ വരുമ്പോൾ മുതല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മാമൽസ് ഇല്ലേ, അതായത് ഈ പോളാർ ബെയറും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം, മാസങ്ങളോളം വിന്റർ സീസണിൽ അതങ്ങ് ഉറങ്ങും. അതിനെ നമ്മൾ ഹൈബർനേഷൻ എന്ന് വിളിക്കും. അതുപോലെ റെപ്റ്റൈലായ നമ്മുടെ മുതല ഹൈബർനേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ ബ്രൂമേഷൻ എന്നാണ് വിളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അത് ഭയങ്കര ഓബിയസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, മുതലയെ വെള്ളത്തിൽ എന്തായാലും ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. നീന്തുന്നതിന്റെ സൈഡിലോട്ട് വേണോ അതിന് തിരിയാനും അതുപോലെ തന്നെ അതിന്റെ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും പറ്റും. അതിന്റെ ഇരകളെ കടിക്കുമ്പോഴുള്ള ആ ഒരു ശക്തി, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുതലകളുടെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഭയങ്കര അറ്റാക്ക് പവറും അതുപോലെ തന്നെ ഡിഫൻസ് പവറും ഉള്ള ഒരു ജീവിയാണ് ഈ മുതല.
അപ്പോൾ മുതല അതിന്റെ ഈക്കോസിസ്റ്റം അത് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ഏറ്റവും മുകളിലെത്തിയതിൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി മുതല ഉണ്ടെങ്കിലും മുതലയുടെ മേൽ വലിയ എവല്യൂഷണറി ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി പെർഫെക്റ്റ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവല്യൂഷണറി ചേഞ്ചസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചും ഇല്ല എന്നല്ല, ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് മുതലയുടെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഡൈനസോറുകളുടെ കാലത്തുണ്ടായിരുന്ന മുതലയുടെ പകുതി സൈസ് വരെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ മുതല വളരത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ചേഞ്ച് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിഫൻസ് പവറിന്റെ കാര്യം. അപ്പോ ഒരു ആർമർ പോലെ ഒരു കവചം മുതലയുടെ എല്ലുംകൂടത്തിനും തൊലിക്കും ഇടയിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഈ ആർമറിൽ മാറ്റം വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, അത് കഴുത്തിലൊക്കെ മുതല തന്നെയാണ് നമ്പർ 1 അല്ലെ. അപ്പോ ഉള്ളുള്ള കാലവും മുതല തന്നെ രാജാവായി ഇരിക്കുമോ? പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഉള്ളുള്ള കാലവും രാജാവായി ഇരിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തരാം. നമ്മളെല്ലാവരും പൂച്ചകളെ കണ്ടിട്ടുണ്ട്. 4 കാലിൽ നടക്കുന്ന ജീവി, എത്ര പൊക്കത്തുനിന്ന് ചാടിയാലും കാലിൽ തന്നെ വീഴുന്ന പൂച്ച. കാണാൻ നല്ല ഭംഗിയാണ്, വീട്ടിൽ ആളുകൾ വളർത്തുന്ന ജീവിയാണ്. പൂച്ച ഒരു ഒന്നൊന്നര സംഭവമാണ്. പക്ഷെ ഒരു യൂണിവേഴ്സൽ റൂൾ നമുക്ക് പൂച്ചയെ കുറിച്ച് അറിയാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് വെള്ളം ഇഷ്ടമല്ല. അപ്പോ ബാക്കി വലിയ പൂച്ചകളോ, അതായത് ഈ സിംഹം, കടുവ, പുലി അങ്ങനെയുള്ള ആളുകൾ, അവരും ഈ ഫീലൈൻ ഫാമിലി അഥവാ പൂച്ച ഫാമിലിയുടെ മെമ്പേഴ്സ് ആണല്ലോ. അവരിലും ഏറെക്കുറെ പേർക്ക് ഈ വെള്ളത്തിനോട് ഒരു താല്പര്യക്കുറവുണ്ട്. പക്ഷേ ഈ കുടുംബത്തിൽ ഇതിന് നേർ വിപരീത സ്വഭാവമുള്ള ഒരാളുണ്ട്. അതാണ് ലെപ്പേർഡ് അഥവാ പുള്ളിപ്പുലി. പുള്ളിക്കാരനെ നമ്മൾ പിടിച്ചിട്ട് വെള്ളത്തിലോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൂച്ചകളൊക്കെ പറന്ന് ചാടി പുറത്തിറങ്ങുമ്പോഴത്തേക്കും പുള്ളി അവിടെ വെള്ളത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് അവിടെ ഡാൻസ് ഒക്കെ കളിച്ച് വീണ്ടും വീണ്ടും അവിടെ തന്നെ ഇരിക്കും. വെള്ളത്തിനോട് വല്ലാത്തൊരു താല്പര്യമാണ് ഈ പുള്ളിപ്പുലിക്ക്. ഈ പുള്ളിപ്പുലിയും ആള് ചില്ലറക്കാരനല്ല. കാരണം ഈ ഫീലൈൻ ഫാമിലിയിൽ ഹണ്ടേഴ്സിനെ നമ്മൾ എടുത്താൽ അല്ലെങ്കിൽ പ്രെഡേറ്റേഴ്സിനെ നമ്മൾ എടുത്താൽ ഏറ്റവും അധികം ക്ഷമയോടുകൂടി കാത്തിരുന്ന് അതിന്റെ ഇര അടുത്തെത്തുമ്പോൾ മാത്രം ചാടി വീണ്, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ഇര അടുത്തെത്തുമ്പോൾ ചാടി വീണ് ആ ഇരയെ തീർക്കുന്ന ഏക ജീവി അത് ഈ പുള്ളിപ്പുലിയാണ്. ഇനി ഈ പുള്ളിപ്പുലിയും നമ്മുടെ മുതലയും ഒരു പിക്ചറിൽ വന്നാലോ? അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവം നടന്നതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു കാട്, ആ കാടിനെ നടുക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ഒരുപാട് മുതലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആലിഗേറ്റേഴ്സും ക്രോക്കഡൈൽസും ഒക്കെ ഉണ്ട്. അപ്പോ ആ കുളത്തിൽ ഇങ്ങനെ മുതല അതിന്റെ ഇരയ്ക്കായി കാത്തിരിക്കുകയാണ്. അതിങ്ങനെ പതുക്കെ അതിന്റെ കണ്ണ് മാത്രം വെള്ളത്തിന്റെ മേളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ജീവി അതിനടുത്ത് വെള്ളം കുടിക്കാൻ വരുന്നതും ചാടി വീണ് ഒരൊറ്റക്കടിക്ക് അതിനെ തീർക്കാനുള്ള പരിപാടിയിലാണ് മുതല. മുതല ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വെള്ളത്തിലിരിക്കുമ്പോൾ കുറച്ച് മാറി ഒരു മരത്തിന്റെ മുകളിലോ ഒക്കെ ആയിട്ട് നമ്മുടെ പുള്ളിപ്പുലിയും വെയിറ്റ് ചെയ്തിരിക്കും. മുതല തല പൊക്കി വെളിയിൽ വരാനായിട്ട്. മുതലയുടെ തല വെളിയിൽ കാണുന്നതും ഈ പുള്ളിപ്പുലി ഒരു ഒറ്റ ചാട്ടമാണ് നേരെ വെള്ളത്തിനകത്തേക്ക്. മുതലയുടെ അടുത്ത് ചെല്ലുന്നു. കൃത്യമായും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുതലയുടെ സ്പൈനൽ കോഡിനും സ്കള്ളിനും ഇടയ്ക്ക് ആ ആർമറിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. കൃത്യമായി അവിടെ തന്നെ പുള്ളിപ്പുലി അതിന്റെ കൂർത്ത പല്ലുകൾ കടിച്ച് അമർത്തി അങ്ങ് താഴ്ത്തി മുതലയെ പാരലൈസ് ചെയ്യും. പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മുതലയ്ക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് പിടിവിടാതെ പുള്ളിപ്പുലി മുതലയും വലിച്ചഴിച്ചുകൊണ്ട് കരയ്ക്കകത്തോട്ട് കയറും. പിന്നെ മുതലയുടെ കാര്യം ഡൺ. പക്ഷെ ഇവിടെ ഈ പുള്ളിപ്പുലിയുടെ അറ്റാക്ക് കൃത്യമായി വർക്കൗട്ട് ആവണമെങ്കിൽ ടൈമിംഗ് ആണ് കാര്യം. മുതലയുടെ പുറകിൽ ചാടി നീന്തി പുള്ളിപ്പുലി ചെല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മുതല അറിയും, മുതല തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് പുള്ളിപ്പുലി വളരെയധികം ക്ഷമയോടുകൂടി മുതല കരയ്ക്ക് അടുത്തെത്താനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അവസരം കിട്ടുന്നതുമാണ് ചാടി ഇറങ്ങി ഈ അറ്റാക്ക് നടത്തുന്നത്. അഥവാ പുള്ളിപ്പുലി നടത്തുന്ന ഈ അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ, അതായത് ചാടി വീണു, മുതല കണ്ടു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ സ്ഥലം വിടും. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. കരയിൽ ഒരിക്കലും മുതലയ്ക്ക് പുള്ളിപ്പുലിയെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്രയും നാളും അൺറൈവൽഡ് ആയിട്ട് ഏത് ഇക്കോസിസ്റ്റത്തിൽ അത് കാലുറപ്പിച്ചാലും അതിന്റെ രാജാവായി ജീവിച്ചിരുന്ന മുതലയ്ക്ക് ഒരു എനിമി അല്ലെങ്കിൽ ഒരു എതിരാളി. ഇനി ഈ ഒരേ ഒരു എതിരാളിയേ ഉള്ളൂ. അതോ ഇനി ഈ എതിരാളി മുതലകളെ ഇല്ലാതാക്കുമോ? ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം പണ്ട് ഡാർവിൻ പറഞ്ഞതുപോലെ എവല്യൂഷനിലാണ് ഇരിക്കുന്നത്. എവല്യൂഷൻ നമുക്കറിയാം 1000 കൊല്ലങ്ങളോ 10000 കൊല്ലങ്ങളോ ചിലപ്പോൾ 1,00,000 കൊല്ലങ്ങളോ കൊണ്ടൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ വേറെ എതിരാളികൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അത്രയും കൊല്ലമൊന്നും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോ മുതലയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. മുതലയുടെ കടിക്കാനുള്ള ശക്തി, അതിന്റെ ശ്വാസം പിടിച്ചിർത്താനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകദേശം 2.25 ടൺ പവറിൽ മുതലയ്ക്ക് കടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണത്. പക്ഷേ മുതലയ്ക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. ഈ 2.25 ടൺ പവറിൽ ഇങ്ങനെ അടയ്ക്കുന്ന മുതലയുടെ വായി തുറക്കാനായി അവിടെയുള്ള മസിൽസിന് പവർ ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരാള് ഇങ്ങനെ അടച്ചു പിടിച്ചാൽ മുതലയ്ക്ക് അതിന്റെ വാ തുറക്കാൻ പറ്റില്ല. അത് കൃത്യമായി മനസ്സിലാക്കിയെടുത്ത മനുഷ്യനാണ്
മുതലയെ കീഴടക്കിയ രണ്ടാമത്തെ ടീം. ഇനി മറ്റേതെങ്കിലും ജീവിക്ക് മുതലകളെ കീഴടക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാലവും അതുപോലെ തന്നെ ഇവല്യൂഷനുമാണ് അതിന്റെ മറുപടി നമുക്ക് തരേണ്ടത്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുതലയുടെ കഥയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു കഥയുമായി വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ലോകത്തെമ്പാടുമുള്ള മുതലകൾക്ക് പേടി സ്വപ്നമായ മറ്റൊരു എനിമിയുണ്ട്. ആ എനിമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മുതലകൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയാണ്. ആ അവതാരം അദ്ദേഹത്തെ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇനി ബാക്കി കണ്ടാൽ മതി. അപ്പോൾ എപ്പോഴത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ്.